ലോകപ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജെഫ്രി സാറ്റ്സ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് നൽകുന്ന മുന്നറിയിപ്പുകൾ ലോകരാഷ്ട്രങ്ങളെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തുന്നതാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഒരു പൂർണ്ണ രൂപത്തിലുള്ള യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അത് ആധുനിക ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സാമ്പത്തികവും മാനുഷികവുമായ തകർച്ചയ്ക്ക് വഴിമാറുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. വെറും ഒരു പ്രാദേശിക തർക്കത്തിനപ്പുറം ആഗോള ഊർജ വിപണിയെയും സാമ്പത്തിക ഭദ്രതയെയും തകർക്കാൻ ശേഷിയുള്ള ഒരു വൻ ദുരന്തത്തിന്റെ നിഴലിലാണ് പശ്ചിമേഷ്യ ഇപ്പോൾ നിൽക്കുന്നത്. ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള കൃത്യമായ വിശകലനമാണ് ജെഫ്രി സാറ്റ്സ് പ്രധാനമായും പങ്കുവയ്ക്കുന്നത്. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ പോലും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇറാന്റെ പക്കലുണ്ട്. ഒരു സംഘർഷമുണ്ടായാൽ തരംഗരൂപത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ഈ മിസൈലുകൾ തൊടുത്തുവിടുന്നതിലൂടെ ശത്രു രാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ വ്യൂഹങ്ങളെ മറികടക്കാൻ ഇറാന് സാധിക്കും. കേവലം മണിക്കൂറുകൾക്കുള്ളിൽ ഗൾഫ് മേഖലയിലെ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെയും എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെയും തകർക്കാൻ ഈ ആക്രമണങ്ങൾക്കാകുമെന്നതാണ് ഏറ്റവും വലിയ ഭീഷണി. നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇത്തരമൊരു വൻതോതിലുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാൻ പര്യാപ്തമല്ലെന്ന് സാറ്റ്സ് ചൂണ്ടിക്കാട്ടുന്നു. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രതിരോധ കവചങ്ങൾ പോലും ഒരേ സമയം എത്തുന്ന നൂറുകണക്കിന് ഡ്രോണുകളെയും മിസൈലുകളെയും തടയുന്നതിൽ പരാജയപ്പെട്ടേക്കാം. ഇത്തരമൊരു സാഹചര്യം സംജാതമായാൽ ആഗോളതലത്തിൽ എണ്ണ വിതരണം തടസ്സപ്പെടുകയും ഇത് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്യും. ഇത് ലോകത്തെ ഒരു വലിയ സാമ്പത്തിക മന്ദത്തിലേക്ക് തള്ളിവിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹോർമൂസ് കടലിടുക്കിന്റെ തന്ത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം ഗൗരവമേറിയ സൂചനകൾ നൽകുന്നുണ്ട്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ശതമാനം കടന്നു പോകുന്ന ഈ പാത തടസ്സപ്പെട്ടാൽ അത് ആഗോള ഊർജ സുരക്ഷയെ തന്നെ ബാധിക്കും. അമേരിക്കൻ ഭരണകൂടവും പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള നേതാക്കളും ഇറാനോട് സ്വീകരിക്കുന്ന കർക്കശമായ നിലപാടുകൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂവെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. സൈനികമായ നീക്കങ്ങളെക്കാൾ നയതന്ത്രപരമായ ഇടപെടലുകളാണ് ഇപ്പോൾ അനിവാര്യം. എങ്കിലും സമാധാനത്തിനുള്ള ഒരു ചെറിയ ജാലകം ഇപ്പോഴും തുറന്നു തന്നെ കിടക്കുന്നുണ്ടെന്ന് ജെഫ്രി സാറ്റ്സ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. രാഷ്ട്രീയമായ ചർച്ചകളിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും ഈ വലിയ അപകടത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനാകും. യുദ്ധം ആർക്കും ഗുണകരമാകില്ലെന്നും അത് വിനാശകരമായ ഫലങ്ങൾ മാത്രമേ നൽകൂ എന്നും മനസ്സിലാക്കി ഇരുവിഭാഗങ്ങളും പിന്മാറേണ്ടത് അനിവാര്യമാണ്. നയതന്ത്രപരമായ ഒരു എക്സിറ്റ് മാർഗം കണ്ടെത്താൻ വൈകുന്നത് വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ ആക്കം കൂട്ടുക മാത്രമേ ചെയ്യൂ. വെറും ഒരു വൈകാരിക പ്രതികരണമല്ല, മറിച്ച് വസ്തുതകളെയും സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെയും മുൻനിർത്തിയുള്ള ഒരു ശാസ്ത്രീയ മുന്നറിയിപ്പാണ് ജെഫ്രി സാറ്റ്സ് നൽകുന്നത്. പശ്ചിമേഷ്യയിൽ വീഴുന്ന ഒരു ബോംബ് ലോകത്തിന്റെ മറുവശത്തുള്ള രാജ്യങ്ങളുടെ അടുക്കളയെ പോലും ബാധിക്കുമെന്ന ഗൗരവകരമായ യാഥാർത്ഥ്യം ലോക നേതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. സമയം അതിവേഗം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ ലോകം ഒരു കടുത്ത പ്രതിസന്ധിയിലേക്ക് വീഴുമെന്നും ഈ മുന്നറിയിപ്പ് അടിവരയിടുന്നു.